ഇന്നൊരു പപ്പായ നട്ടാലോ? അപ്പോൾ ഇത് നമ്മൾ റെഡ് ലേഡി പപ്പായയാണിത്. നമുക്കിതെങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റെഡ് ലേഡി പപ്പായ നടുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമേ മണ്ണിനകത്ത് ഡോളമെറ്റോ അല്ലെങ്കിൽ കുമ്മായോ ഇട്ട് ഒരാഴ്ച നമ്മൾ വെയിൽ കൊള്ളിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ വെയിൽ കൊള്ളിച്ചിട്ടിരിക്കുന്ന മണ്ണാണ് ഇത്. കപ്പത്തൈ നടുന്ന പോലെയല്ല റെഡ് ലേഡി നടുന്നത്. റെഡ് ലേഡിക്ക് കൂടുതൽ വളം വേണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആദ്യം തന്നെ വളം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിനകത്ത് പച്ചില വളങ്ങളാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ഇപ്പം കൈ കിട്ടിയത് നമ്മുടെ ഒരു വേരൻ എന്ന് പറയും, പിന്നെ പെരുവലം എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അതാണ് കിട്ടിയത്. അതോ കമ്മ്യൂണിസ്റ്റ് വെച്ചാലേ കൊന്നേലെ ഏത് വേണമെങ്കിലും നമുക്കിടാം. അപ്പോൾ അത് നമ്മൾ ആദ്യമേ കുറച്ച് നിറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചാണകപ്പൊടിയാണ്. ഇതാണ് ഈ ചാണകപ്പൊടിയുടെ പ്രത്യേകത. നമ്മളിത് കനലത്തിട്ട് ഉണക്കി എടുത്ത ചാണകപ്പൊടി. അതായത് കനലത്തിട്ട് ഉണക്കുന്ന ചാണകപ്പൊടി മാത്രമേ ഇതേപോലെ പൊടിഞ്ഞു വരത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ചാണകപ്പൊടി കിട്ടുവാണെങ്കിൽ വെയിലത്തിട്ട് ഉണക്കാം, തണലത്തിട്ട് ഉണക്കണം. അപ്പോൾ ഇത് ഒരു പാത്രം ചാണകപ്പൊടി നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റെറാമിലാണ് ഇടുന്നത്. ഇതിനകത്ത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എല്ലാം ചേർന്നതാണ്. അപ്പോൾ നമ്മൾ അത് ആദ്യമേ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഏത് ചെടി നടാനായാലും വളമിട്ട ശേഷം നമ്മൾ ആദ്യം കുറച്ച് മണ്ണ് അതിനകത്തിടണേ. നമ്മൾ ഈ ഒരു വേരിന് ഒരുപാട് കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. ഒരു വേരിന് നമ്മൾ ഇതേപോലെ ചാണകത്തിലൊക്കെ കലക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന വണ്ടുകൾക്കും കൃമികൾക്കും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ നല്ലതായി ഒരു വേരിന്. അതേപോലെ ഇതിൻ്റെ ഇലയ്ക്കും നല്ല വളക്കൂറുള്ളതാണ്. അപ്പോൾ നമുക്കതിന് ചെടികളൊക്കെ നടുമ്പോൾ ഇത് പച്ചിലവളമായിട്ട് നമുക്ക് ഉപയോഗിക്കാവേ. അപ്പോൾ നമ്മൾ ഇതേപോലെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ റെഡ് ലേഡിയാണിത്. വേര് വെട്ടാൻ നമ്മൾ റെഡ് ലേഡി എടുക്കുക. അതാ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡ് ലേഡി നടുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതേ, നമ്മളിങ്ങനെ നേരെ വെക്കരുത്. ഒരല്പം ചരിച്ച് നമ്മൾ റെഡ് ലേഡി നടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മളിങ്ങനെ റെഡ് ലേഡി നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡ് ലേഡി നട്ടിട്ട് നമ്മളിനി അങ്ങ് പോവുക. ഇത് നട്ടിട്ട് നമ്മളങ്ങ് പോവുകയല്ല ചെയ്യേണ്ടത്. ഇനി ഇതിന് ഒരുപാട് വളപ്രയോഗങ്ങളുണ്ട്. നമ്മുടെ ഈ ഏരിയയിൽ, ഞങ്ങളുടെ ഈ കരുനാഗപ്പള്ളി ഏരിയയിൽ റെഡ് ലേഡിക്ക് നല്ലതായിട്ട് മുരടിപ്പുണ്ട്. ഇങ്ങനെ മഞ്ഞളിപ്പ് പോലെ വന്നിട്ട് പെട്ടെന്ന് വൈറസ് രോഗം പോലെ ആയി കുരടിച്ച് നിൽക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ മണ്ണിൻ്റെ എന്തോ പ്രശ്നം കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഡോളമെറ്റ് ചേർത്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവ് നമ്മുടെയൊക്കെ മണ്ണിൽ നന്നായിട്ടുണ്ട്. ഈ ഏരിയയിൽ, കരുനാഗപ്പള്ളി ഏരിയയിൽ ഓരോ ഏരിയയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പല രീതിയിലായിരിക്കും മണ്ണിൻ്റെ ഘടനയും വളപ്രയോഗങ്ങളൊക്കെ. അപ്പം നമ്മുടെ ഈ ഏരിയയിൽ മണ്ണ് പരിശോധനയിൽ തെളിഞ്ഞേക്കുന്നത് നമ്മുടെ മണ്ണിന് കാൽസ്യത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഒരു സെൻറ്റിന് നമ്മൾ 1 കിലോ ഡോളമെറ്റെങ്കിലും ഉപയോഗിക്കണമെന്നാണ് ഒരു ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡോളമെറ്റ് ഉപയോഗിക്കണം. അതേപോലെ കാൽസ്യം ചേർന്ന വളങ്ങൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മഗ്നീഷ്യം, കാൽസ്യം ചേർന്ന വളങ്ങൾ നമ്മളിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് റെഡ് ലേഡിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിളവ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ വളർച്ചാഘട്ടവും നമുക്ക് നോക്കാം. ഇതിനി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഓരോ ആഴ്ചയിലും നമുക്ക് നോക്കാം. റെഡ് ലേഡിയുടെ വളർച്ച നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഓക്കെ.